ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും കുഞ്ഞിൻ്റെയും വക ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് കുറച്ച് പണികൾ കൂടുതലുള്ള ദിവസമാണ് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിർത്താതെ പെയ്യുന്നത് കൊണ്ട് നമ്മൾ തുണികളൊന്നും സമയത്ത് കഴുകിയിടാൻ പറ്റിയിട്ടില്ല. ദൈവം സഹായിച്ച് ഇന്ന് രാവിലെ കുറച്ച് വെയിലുണ്ട്, പിന്നെ തുണിയൊക്കെ അങ്ങ് കഴുകിയിടാമെന്ന് വിചാരിച്ചു. അമ്മയാണെങ്കിൽ രാവിലെ ചക്ക അവിയൽ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് നമുക്ക് രാവിലെ ഒരു ചക്ക കിട്ടിയായിരുന്നു, അപ്പോൾ അതിങ്ങനെ റെഡിയാക്കുക. അമ്മ അവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുഞ്ഞനും ഉണ്ട് കൂടെ. അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ കയറി ഇറങ്ങി നടന്ന് കണ്ട് ആസ്വദിച്ച് നടക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. രാവിലെ ആയപ്പോൾ തന്നെ പുറത്ത് 2 അതിഥികൾ വന്നിട്ടുണ്ട്, വെള്ളച്ചിയും കറമ്പിയും. വാഷിംഗ് മെഷീനിൽ ഇട്ടതുകൊണ്ട് തുണിയൊക്കെ പെട്ടെന്ന് കഴുകി റെഡിയാക്കി കിട്ടി. അതിൽ തന്നെ ഡ്രൈ ചെയ്യാനും പറ്റുന്നുള്ളതുകൊണ്ട് പിഴിയേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ പണിയൊന്നുമില്ലാതെ തുണി കഴുകി കിട്ടി. ഇനിയിപ്പോൾ അത് വിരിക്കുന്നതിൻ്റെ കലാപരിപാടികളാണ്. വീടിൻ്റെ മുറ്റത്ത് തന്നെ കേട്ടോ വിരിക്കുന്നത്. അങ്ങനെ വേറെ സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെയാണ് കൂടുതൽ വെയിലായി കിട്ടുന്നത്, അപ്പോൾ ഇവിടെ തന്നെയാണ് വിരിക്കാറ്. അത് കഴിഞ്ഞ് അകത്തോട്ട് ഇന്നപ്പോഴത്തേക്ക് അമ്മ വെട്ടിപ്പുറത്ത് ചക്കയുടെ പീസ് എല്ലാം എടുത്ത് തന്നിട്ട് പറഞ്ഞു തെങ്ങിൻ്റെ മൂട്ടി കൊണ്ടിടാം. അതെല്ലാം കൂടെ തെങ്ങിൻ്റെ മൂട്ടി കൊണ്ട് തട്ടിയിട്ട് മേലിട്ട് നോക്കിയപ്പോഴത്തേക്കാണ് കാണുന്നത് നമ്മുടെ തെങ്ങിൽ നിന്ന് പൂക്കൊലകൾ മറ്റേ വന്നിട്ടുണ്ട് കേട്ടോ. 1 അല്ല 2 എണ്ണം ഉണ്ട്, പൊട്ടിയിട്ടില്ല. അത് ഒരു സന്തോഷം. മഴയൊക്കെ പെയ്തിട്ട് നമ്മുടെ ഉണ്ടമുളകിൻ്റെ തൈകളൊക്കെ കുറച്ചുകൂടെ ഒന്ന് പൊങ്ങിയിട്ടുണ്ട്. നമ്മുടെ പയറും അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം നല്ല കായൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ 2 പേർക്കുള്ള വിഴുക്കിനും കാര്യങ്ങളൊക്കെ ഉള്ള പയറൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിന്ന് നമ്മുടെ വീട്ടിലുണ്ടായ പനിനീർ റോസാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ? ഭംഗി നോക്കിയെന്ന് സമയം പോയത് അറിഞ്ഞില്ല. വീട്ടിൻ്റെ മുൻവശത്തായിട്ട് കുറേ പുല്ല് വളർന്ന് കിടപ്പുണ്ട്. അത് ചെത്തിപ്പറിക്കലാണ് ഇന്നത്തെ മെയിൻ പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മമ്മയിട്ട് റെഡിയാക്കുവാണ്. ഒരു സൈഡിൽ ഞാൻ പതുക്കെ ചെത്തി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തളർന്നു. പിന്നെ അമ്മ വന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്. പിന്നെ അമ്മ മെയിനാളും ഞാൻ ഹെൽപ്പറുമായി. പണ്ടത്തെ പോലെ അല്ല, ഇപ്പം കയ്യും കാലും ഒന്നും അനങ്ങുന്നില്ല, വെറുതെ ഇരിക്കുകയല്ലേ, ജോലിയൊന്നും ചെയ്യാണ്ട്. അങ്ങനെ ഒരുവിധം ഞാനും അമ്മയും കൂടെയൊക്കെ ഓൾമോസ്റ്റ് അങ്ങ് ഒതുക്കി. പിന്നെ കുഞ്ഞൻ വന്ന് കുഞ്ഞനെ കളിപ്പിച്ച് കുഞ്ഞൻ നമ്മളെ കൂടെയൊക്കെ നിന്ന് കമ്പനിയൊക്കെ തന്ന് സൂപ്പർവിഷനൊക്കെ തന്ന് അടിപൊളിയായിരുന്നു. കണ്ടോ, ഇത്രയും നമ്മൾ 2 പേരോടെ വെട്ടി വൃത്തിയാക്കി റെഡിയാക്കിയതാണ്. ഇപ്പോഴാണ് കുറച്ചുകൂടെ ഒന്ന് ഭംഗി വന്നത്. പക്ഷെ അടുത്ത മഴയിൽ ഇനിയും കിളുക്കും, ഉറപ്പാണ്. അങ്ങനെ ചെത്തിപ്പറിക്കലെല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് എടുത്തുകൊണ്ട് പോയ മമ്മട്ടിയും കയറുകളൊക്കെ മണ്ണെല്ലാം കളഞ്ഞ് തേച്ചരച്ച് കഴുകി വൃത്തിയാക്കി സ്റ്റോർ റൂമിൽ കൊണ്ടുപോയിക്കണം. അടുത്ത പ്രാവശ്യം വീണ്ടും ഇതേപോലെ വരുമ്പോഴത്തേക്ക് എടുക്കാനുള്ളതല്ലേ. മണ്ണൊക്കെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആകെ മൊത്തം തുരുമ്പ് കയറി നാശമായി പോകും. ഇതെല്ലാം കഴുകി കൊണ്ട് വച്ചിട്ട് വേണം അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയായിട്ടുള്ള ഫുഡ് കഴിക്കാനുള്ള കാര്യത്തിലേക്ക് നീങ്ങാൻ. ഉച്ചയ്ക്ക് ഊണിന് ഇന്നത്തെ ചക്ക അവിയൽ, ഇന്നലത്തെ ഉണക്കമീൻ കറി, പുളിശ്ശേരി, വറുത്ത മീൻ, ഇന്നലത്തെ ബീട്രൂട്ട് തോരൻ, അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലൊരു ഊണ്. ചെത്തിപ്പറത്തിന് ക്ഷീണമൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പം അങ്ങ് തീർന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ എൻ്റെ ദിവസം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാനായിട്ട് ഒരു മടിയും കാണിക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.